ഇപ്പം എൻ്റെ ഒഴിവുകളുള്ള ഹോബി എന്താണെന്നറിയോ? ഇങ്ങനെ പണ്ടൊക്കെ വീഡിയോ ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പോൾ കോഴ്സുകൾ ഉണ്ടാക്കുന്ന പണി നോക്ക്. എന്ത് രസമാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു കോഴ്സ് ഉണ്ടാക്കുകയാണ് നോക്ക്, അടിപൊളി. ബ്രെയിൻ റീസെറ്റ് ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി മാസ്റ്ററി, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, സ്ട്രെസ് റീസെറ്റ്, എമോഷണൽ ബാലൻസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്ത് എളുപ്പമാണെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചുണ്ടായ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം ഒരുപാട് എക്സസൈസ്, ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഇട്ടപ്പെടാന്ന് റെഡിയാക്കുക. എനിക്കൊരു ബുക്ക് കിട്ടിയപ്പോൾ അതിൽ ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് കൊണ്ടുപോകാം. കാരണം അതിന് എന്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം ഒക്കെ റെഡിയാണ് ഇൻസ്റ്റൻ്റായിട്ട്. എന്നിട്ട് ഇവിടുന്ന് എടുത്തൊരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ജെമിനിയിലിട്ട് കൊടുത്തു. ജെമിനിയിലിട്ടിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടപ്പോൾ കണ്ട നമുക്ക് ജെമിനിയിലിട്ടിട്ട് ജെമിനി എനിക്ക് കണ്ട മലയാളത്തിലേക്ക് നല്ല ഒരു ബ്രെയിൻ എങ്ങനെയാണ് ഇത് വേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാപ്സ്യൂളാക്കിയിട്ട് തന്നു. ഒരു ദിവസം 10, 25, 50, 100 പോയിൻറ്റ്സാണ് ഇങ്ങനെ എനിക്ക് ചെറിയ വീണ് കിട്ടുന്ന ഇടപാടുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതം കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റണം, അതിനനുസരിച്ച് ഇതാക്കണം. അപ്പോഴേ നമ്മളുടെ ബ്രെയിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും എവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്നും ഇങ്ങനെ 24 മണിക്കൂർ സ്ക്രോളും ചെയ്ത് സോഷ്യൽ മീഡിയ നോക്കി ഇങ്ങനെ ഇരുന്നാലേ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളില്ല. നമ്മൾ കേവലം ജീവിതത്തിന് ഒരു വാല്യൂം കൽപ്പിക്കാത്ത വ്യക്തികളായിട്ട് ജീവിച്ച് മരിച്ച് അങ്ങനെ പോകും. അങ്ങനെ ജീവിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജീവിതം ഇപ്പം എങ്ങനെ വേണേൽ നമുക്ക് ജീവിക്കാം. അതൊരു ആർട്ട് വർക്ക് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം ചെയ്തിട്ട് ജീവിക്കാം, ഇനി ഒരു വാല്യൂ ഇല്ലാത്ത കാര്യം ചെയ്ത് അങ്ങനെയും ജീവിക്കാം. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് രാജാവായി ജീവിക്കണം, അങ്ങനെ ജീവിക്കാം. ഇനി വെറും ഒരു ഇതായിട്ട് ജീവിക്കണം, അങ്ങനെ ജീവിക്കാം. ഓക്കെ ബൈ. ഓക്കെ.